അസാധാരണമായ പല കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. മഴ പെയ്യാനായി തവളകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക, ഇത്തരത്തിലുള്ള വിചിത്രമായ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അസാധാരണമായ ഒരു പരസ്യം പത്രങ്ങളിൽ വന്നു. പരസ്യം കണ്ടവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. 30 വർഷം മുമ്പ് മരിച്ചുപോയ മകൾക്ക് വേണ്ടി മരിച്ചുപോയ യുവാക്കളിൽ നിന്നും വിവാഹാലോചന ക്ഷണിച്ചുകൊണ്ടുള്ളതായിരുന്നു പരസ്യം. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? പല കല്യാണ പരസ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്തൊരു വിചിത്രമാണ്! ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിൽ നിന്നുള്ള ഒരു കുടുംബമാണ് ഈ പരസ്യം നൽകിയത്. തങ്ങളുടെ 30 വർഷം മുമ്പ് മരിച്ച മകൾക്ക് കുലേ മദിമ അഥവാ പ്രേത മധുവെ എന്നറിയപ്പെടുന്ന പരമ്പരാഗത ചടങ്ങ് നടത്താൻ അനുയോജ്യനായ വരനെ തേടിയുള്ളതായിരുന്നു ആ പരസ്യം. അപ്പോൾ എന്താണ് കുലേ മദിമ അഥവാ പ്രേത മധുവെ എന്ന് പറയാം. ദക്ഷിണ കന്നഡയിലെയും ഉടുപ്പിയിലെയും തീരദേശ ജില്ലകളായ തുളുനാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു ആചാരമാണിത്. വിവാഹമില്ലാതെ മരണമടഞ്ഞ പരേതരുടെ ആത്മാക്കൾക്ക് സംതൃപ്തിയോ മോക്ഷമോ നൽകുന്നതിനായി ആചരിക്കുന്ന ഒരു പരമ്പരാഗത ആചാരമാണ് കുലേ മദിമ. ഈ ആചാരം നടത്തിയാൽ കുടുംബത്തിൽ ഇനി നടക്കാനിരിക്കുന്ന വിവാഹങ്ങൾക്ക് അനുയോജ്യമായ പൊരുത്തങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിവാഹിതരായി മരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന ഈ ചടങ്ങ് പൂർവിക ആരാധനയുടെ ഭാഗമാണ്. വ്യത്യസ്ത ജാതികൾക്കനുസരിച്ച് ഈ ആചാരങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സാധാരണ വിവാഹ ചടങ്ങുകൾ പോലെയാണ് കുലേ മദിമെ ചടങ്ങുകളും. പക്ഷേ വിവാഹവേദിയിൽ വരനും വധുവിനും പകരം അവരെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങളോ ശില്പങ്ങളോ ആയിരിക്കുമെന്ന് മാത്രം. ഇതുപോലെ തൻ്റെ മകളുടെയും വിവാഹം നടത്താനാണ് ഈ കുടുംബം പരസ്യം നൽകിയത്. 30 വർഷം മുമ്പ് മരിച്ച ഇതേ ജാതിയിൽപ്പെട്ട ആൺകുട്ടി ഉണ്ടെങ്കിൽ കുടുംബം പ്രേത മധുവെ നടത്താൻ തയ്യാറാണെങ്കിൽ താഴെയുള്ള വിലാസത്തിൽ ബന്ധപ്പെടുക എന്നതായിരുന്നു പരസ്യം. പരസ്യം പെട്ടെന്ന് തന്നെ വൈറലായി. ഇതിനകം 50ഓളം പേർ ചടങ്ങ് നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചു കുടുംബത്തെ ബന്ധപ്പെട്ടെന്നും പെൺകുട്ടിയുടെ കുടുംബക്കാർ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി മകളുടെ ജാതകത്തിന് ചേർന്ന ആളെ തേടി നടക്കുകയാണെന്നും അവർ പറഞ്ഞു. 30 വർഷം മുമ്പ് മരിച്ച മകൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതായും ജീവിതകാലത്ത് ഈ ആഗ്രഹം സാധിക്കാത്തതിനാൽ ആത്മാവ് ശാന്തി കിട്ടാതെ അലയുകയാണെന്നും ആത്മാവിന് സംതൃപ്തി കിട്ടാനാണ് പരസ്യമിട്ടതെന്നുമാണ് കുടുംബം പറയുന്നത്. പരസ്യം നൽകിയപ്പോൾ തങ്ങൾക്കെതിരെ ട്രോളുകൾ ഇറങ്ങുമെന്നും അവർ ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ വ്യത്യസ്ത ജാതികളിൽ നിന്ന് പോലും ആളുകൾ ചടങ്ങുകളെക്കുറിച്ച് അറിയാൻ ഇവിടെ എത്തി. അതുവഴി ആചാരത്തെക്കുറിച്ച് നിരവധി പേർക്ക് അവബോധമുണ്ടായി എന്നും കുടുംബം പറഞ്ഞു. You are watching India's first NGO television, Malanadu TV India.